ഡൽഹിയിൽ ശൈത്യതരംഗം തുടരുന്നു. ദൃശ്യപരിധി 100 മീറ്ററായി കുറഞ്ഞു. ഹിമാചൽ പ്രദേശിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. വിനീത വി ജി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഇപ്പോൾ വിനീത, വിവരങ്ങൾ. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിൽ ശൈത്യതരംഗം തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഇന്ന് തണുപ്പിലല്പം കൂടുതലുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മഴയുണ്ടായിരുന്നു. അത് ഈ തണുപ്പ് വർദ്ധിപ്പിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഒപ്പം തന്നെ അടുത്ത 2 ദിവസത്തേക്ക് ഈ തണുപ്പിനൊപ്പം ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഈ മഞ്ഞ് ഇങ്ങനെ പല മേഖലകളിലും മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുകയാണ്. ദൃശ്യപരിധി 100 മീറ്ററായി കുറഞ്ഞിരിക്കുകയാണ്. വാഹനങ്ങൾ നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ അമിത വേഗതയിൽ പോകരുതെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിമാന സർവീസുകളെ അടക്കം ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാറ്റഗറി 3 പാലിക്കാത്ത എയർലൈനുകൾ അവർക്ക് ഈ ലാൻഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാമെന്നൊരു മുന്നറിയിപ്പ് കൂടി എയർപോർട്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യാത്രക്കാർ എയർലൈനുകളുമായി ബന്ധപ്പെടണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഹിമാചൽ, ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ശക്തമായിട്ടുള്ള മഞ്ഞുവീഴ്ചയുണ്ട്. അവിടെ എത്തുന്ന വിനോദസഞ്ചാരികളൊക്കെ അത്തരം മുൻകരുതലുകളൊക്കെ എടുക്കണമെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. ഒരുപക്ഷെ അടുത്ത 2 ദിവസത്തേക്ക് കൂടി ശക്തമായിട്ടുള്ള തണുപ്പിലേക്കാണ് ഡൽഹി പോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഏറ്റവും കുറഞ്ഞ താപനില 9 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഉന്മേഷ്, വിനീത വി ജിയാണ് വിവരങ്ങൾ നൽകിയത്.